ഒരു മനോഹരമായ ഒരു വിശുദ്ധ ശബദത്തിന്റെ ഈ മധ്യാഹ്ന വേളയിൽ നമുക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം അവിടെ നിന്ന് അനുഗ്രഹിച്ച കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇത് നാം ചിന്തിച്ചതായ ഒരു മനോഹരമായ ഒരു പാഠം ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടയാക്കി. 10-ാമത്തെ പ്രവാചക ഇസ്രായേലിൽ എത്തുന്നതായ സന്ദർഭങ്ങളെ കുറിച്ച് നമുക്ക് കേൾക്കുവാൻ ഇടയായി. അവിടുന്ന് തന്റെ ജനം അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ എങ്ങനെ നിങ്ങളായിരിക്കണമെന്ന് ദൈവം അവിടെ നിന്ന് വ്യക്തമായി അവിടുന്ന് ദൈവം പ്രവാചകനിലൂടെ അവിടെ നിന്ന് അറിയിച്ചു. ദൈവത്തിന്റെ അരുളപ്പാടുകൾ ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ ഒന്നും തന്നെ ചെയ്യുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് അവിടെ നിന്ന് പറയുമ്പോൾ, ഈ അന്ത്യകാലത്ത് വെളിപാടുകാരനായ യോഹന്നാന് ദൈവം അവിടുത്തെ ഓരോ കാര്യവും പ്രദർശിപ്പിച്ചു കൊടുത്ത് അന്ത്യകാലത്തെക്കുറിച്ച് ദൈവിക പദ്ധതികൾ, ദൈവിക മക്കൾ പ്രകാരമാണ് ഇസ്രായേലിൽ നിന്നും ഇസ്രായേൽ ജനം അവർ രക്ഷ പ്രാപിച്ചപ്പോൾ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലും ഈ പാപലോകത്തിൽ നിന്നും എപ്രകാരമാണ് ദൈവത്തിലേക്ക് നാം എടുക്കപ്പെടുന്നതും എന്നതിനെ കുറിച്ചാണ് ദൈവത്തിന്റെ ആ വലിയ പദ്ധതി ഭാഗമാകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിക്കുന്നു. അതിനൊത്തവണ്ണം ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അല്പനേരം ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്ന വിഷയം ദൈവത്തിന്റെ വരവിൽ നമ്മൾ എല്ലാവരും എടുക്കപ്പെടുമോ? ദൈവത്തിന്റെ പുത്തനരിശിലേവ് എന്ന് പറയുന്ന പുതിയൊരു നഗരം ദൈവം സ്ഥാപിക്കുമ്പോൾ ആ നഗരത്തിൽ ആരാണ് പ്രവേശിക്കുന്നത്? ദൈവത്തിന്റെ പുത്തനരിശിലേവിൽ ദൈവം ആ ഒരു നഗരം ഭൂമിയിലേക്ക് ഇറക്കുമ്പോൾ ആരാണ് ആ പുത്തനരിശിലേവിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ്. ഇത് പ്രവാസിക്കാത്തവരെ കുറിച്ചും ഇത് നാം ചിന്തിക്കുന്നു. ഇത് നാം വായിച്ചു കേട്ടതായ തിരുവചനം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം 66-ന്റെ 22 വായിക്കുന്നു: പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരിൽ നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ അമാവാസി തോറും ശബത്ത് തോറും സകല ജനവും എന്റെ സന്നിധിയിൽ നമസ്കരിപ്പാൻ വരുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവർ പുറപ്പെട്ട് എന്നോട് അതിക്രമം ചെയ്തവരുടെ മനുഷ്യരുടെ ശവങ്ങളെ നോക്കും. അവരുടെ പുഴു ചാകുകയില്ല, അവരുടെ തീ കെട്ടുപോകുകയില്ല, അവർ സകല ജഡത്തിനും ഉറപ്പായിരിക്കും. ഇവിടെ യെശയ്യാവിന്റെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ യെശയ്യാവിന്റെ പുസ്തകത്തെ കുറിച്ച് പറയുന്നത് ഒരു മിനി ബൈബിൾ എന്നാണ് പറയുന്നത്. കാരണം 66 പുസ്തകങ്ങൾ നമുക്ക് ആകെ ഉണ്ട് എങ്കിലും അതുപോലെ തന്നെ യെശയ്യാവിന്റെ പുസ്തകത്തിലും 66 പുസ്തകങ്ങളുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഓരോ ചരിത്രപരമായ കാര്യങ്ങളെയും കുറിച്ചും യെശയ്യാവിലും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇവിടെ വെളിപാടുകളിൽ നാം വായിക്കുന്നതായ ദൈവത്തിന്റെ നഗരത്തെക്കുറിച്ചും അതുപോലെ തന്നെ യെശയ്യാവിന്റെ പുസ്തകം 66-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പുത്തനരിശിലേവ് എന്ന് പറയുന്ന പുതിയൊരു നഗരം സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ ഇറങ്ങുമ്പോഴേക്കും ആ നഗരത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ നാം എങ്ങനെയായിരിക്കണം? ആ ഒരു നഗരത്തിൽ നാം എപ്രകാരമാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്നും വിശുദ്ധ വേദപുസ്തകം നാം പഠിപ്പിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം നാം ഇപ്പോൾ വായിച്ചു കേട്ടത് അവിടെ എങ്ങനെയാണ്? പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരിൽ നിലനിൽക്കുന്ന യഹോവ അരുളി ചെയ്യുന്നു. അല്ലെ? അപ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ സന്തതിയും ആ പുത്തനരിശിലേവിൽ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് ദൈവത്തെ ആരാധിക്കുന്നത്? പുതിയൊരു ആകാശത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ വരവിനായി നാം കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ ആ സ്വർഗരാജ്യം ആ പുത്തനരിശിലേവ് ഭൂമിയിലെത്തുമ്പോഴേക്കും ദൈവത്തിന്റെ ജനം എന്നാണ് ദൈവത്തെ ആരാധിക്കുന്നത്? എന്നാണ് ആരാധിക്കുന്നത്? അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു: പിന്നെ അമാവാസി തോറും ശബത്ത് തോറും സകല ജഡവും എന്നെ നമസ്കരിക്കാൻ വരും. അല്ലെ? ഇവിടെ അമാവാസി തോറും ശബത്ത്
മനുഷ്യരും, അല്ലെ? അവിടെ യഹൂദൻ മാത്രമല്ല, ഇവിടെ സകല ജനവും കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ആരെ ആരാധിക്കും? ദൈവത്തെ ആരാധിക്കും. അതെന്ന് ആരാധിക്കും? അത് വിശുദ്ധ ശബദിൽ ആരാധിക്കും, അല്ലെ? ഇന്ന് ഈ കാലഘട്ടത്തിൽ ശബദ് ആചരിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ പുത്തൻ യെരൂശലേം എന്ന് പറയുന്ന പുതിയ നഗരം അത് ഭൂമിയിലേക്ക് വരുമ്പോൾ അന്നും എന്നാണ് ആരാധിക്കുന്നത്? വിശുദ്ധ ശബദിലാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്, അല്ലെ? അപ്രകാരം ഒരു ആരാധനയാണ് ദൈവവും ആഗ്രഹിക്കുന്നത്. ദൈവത്തെ ആരാധിക്കേണ്ടതായ ദിവസം നിയമപരമായി, അല്ലെ, ദൈവം 10 കൽപ്പന കൊടുത്തിട്ടുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അത് 10 നമ്മൾ അനുസരിച്ച് ജീവിക്കുമെന്ന് പറയുന്നു, അല്ലെ? എന്നാൽ ഇതെല്ലാം ദൈവം പറഞ്ഞുവെങ്കിലും ദൈവത്തിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്, അല്ലെ? പുത്തൻ യെരൂശലേം അവിടെ യെശയ്യാവ് കണ്ടുവെങ്കിലും പുതിയ നിയമം പരിശോധിക്കുമ്പോൾ യോഹന്നാനും അവിടെ കാണുകയാണ്, അല്ലെ? അപ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്, ആസന്നമായിരിക്കുകയാണ്. നമ്മൾ വെളിപാടിന്റെ പുസ്തകം അവിടെ 22-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം നാം വായിച്ചപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കുകയാൽ ഈ പുസ്തകത്തിലെ വചനം മുദ്രയിടരുത് എന്ന് പറഞ്ഞു. ഇവിടെ നമുക്കറിയാം മുദ്ര ഇടപ്പെട്ട പുസ്തകവും മുദ്ര ഇടാത്ത പുസ്തകത്തിനെ കുറിച്ച് അറിയാം. ദാനിയേലിന്റെ പുസ്തകം, അല്ലെ? ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 4-ാമത്തെ വാക്യം പറയുമ്പോൾ, നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക എന്ന് പറയുന്നു. അപ്പൊ ദാനിയേലിനോട് പറഞ്ഞെങ്കിൽ വെളിപാടുകാരനായ യോഹന്നാനോട് പറയുന്നു. എന്താണ് പറയുന്നത്? നീ മുദ്രയിടരുതെന്നാണ് ഈ പുസ്തകത്തെ കുറിച്ച് പറയുന്നത്. 22-ന്റെ 10-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? നമ്മളിപ്പോ വായിച്ചു കേട്ടത്, അവൻ പിന്നെയും എന്നോട് പറഞ്ഞത് സമയം അടുത്തിരിക്കുകയാണ്, അല്ലെ? അപ്പോൾ ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനുള്ള ആ സമയം അടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവചനം അവിടെ നിറവേറേണ്ട സമയം അടുത്തിരിക്കുകയാണ്. പുത്തൻ യെരൂശലേം എന്ന് പറയുന്ന പുതിയ നഗരം ഭൂമിയിലേക്ക് സ്ഥാപിക്കുവാൻ ദൈവം സമയമായിരിക്കുകയാണ്. അവിടെ പുത്തൻ യെരൂശലേമിൽ നാം പ്രവേശിക്കണമെങ്കിൽ നാം എങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ നാം ക്രമപ്പെടുത്തണമെന്നാണ് ഈ പുസ്തകം നമ്മെ പറയുന്നത്. ഇവിടെ അതിന്റെ താഴെ വാക്യങ്ങൾ 14-ാമത്തെ വാക്യം, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ, ഞാൻ വേഗം വരുന്നു, അല്ലെ? ഇവിടെ ദൈവം പറയുകയാണ്, പാപത്തിൽ തുടരുന്നവർ ഇനിയും പാപത്തിൽ തുടരട്ടെന്നല്ല, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ എന്നല്ല. നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു മടങ്ങി വരവിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ശേഷിച്ചിരിക്കുന്നു. ഇവിടെ നാം ഇന്ന് നാം ഇന്ന് പഠിച്ചതായ ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ച് ആസ്പദമാക്കി, പുറപ്പാട് പുസ്തകത്തെ ആസ്പദമാക്കി നാം പഠിച്ചു വന്നപ്പോൾ ഇവിടെ 10-ാമത്തെ ബാധയ്ക്ക് മുമ്പ് ദൈവം അവർക്ക് അന്തിമ തീരുമാനം കൊടുക്കേണ്ടതായ ഒരു സമയം ആർക്ക് കൊടുത്തു? ഫറവോന് കൊടുത്തു, അല്ലെ? ദൈവം ഒരു അന്തിമ തീരുമാനം ഫറവോന് കൊടുത്തെങ്കിൽ ഫറവോനെ മാത്രം ആശ്രയിച്ചല്ല അവന്റെ തീരുമാനം. അവന്റെ തീരുമാനം അവൻ എടുത്തുവെങ്കിൽ അവന്റെ തീരുമാനത്തോട് അനേക ജനങ്ങൾക്ക് വിപത്തുകൾ സംഭവിക്കും. അവൻ രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള അവസരം ദൈവം കൊടുത്തു. അവന്റെ ജീവിതത്തിൽ അവൻ ഒരു തീരുമാനം എടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഉചിതമായ ഒരു തീരുമാനമെടുക്കാൻ അവൻ കഴിയാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? അവന്റെ ആദ്യജാതൻ വരെ തന്നെ അവൻ നശിച്ചുപോയി, മരിച്ചുപോയതായി നമുക്ക് കാണുന്നു, അല്ലെ? എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്യുക? നാം ഇനിയും ഒരിക്കലും അനീതി ചെയ്യുന്നവരായിട്ട് തുടരേണ്ടതല്ല. അടുക്കുള്ളവൻ ഇനിയും നിന്റെ അടുക്കിൽ നീ ജീവിക്കേണ്ടതല്ല. നിനക്കും ദൈവം ഒരു മാനസാന്തരത്തിന്റെ അനുഭവം നിനക്ക് മുൻപിൽ വെച്ചിരിക്കുകയാണ്. ഈ ദൈവത്തിലേക്ക് എന്ത് ചെയ്യുക? നീ മടങ്ങി വരിക. നിന്റെ പാപത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് നീ മടങ്ങി വരിക എന്ന് പറയുന്നത്. ദൈവം പറയുന്നത് എന്താണ് പറയുന്നത്? ഇതാ ഞാൻ വേഗം വരുന്നു, അല്ലെ? ദൈവം പറയുകയാണ്, ഞാൻ വേഗം വരുന്നു. എന്തിനാണ് ദൈവം വേഗം വരുന്നത്?
അത് കാണപ്പെടുന്നത് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. അല്ലെ? ദൈവം പറയും, ഞാൻ എന്തിനാണ് വേഗം വരുന്നത്? ദൈവം വേഗം വരുന്നതിന് ഉദ്ദേശം, ഒരു മനുഷ്യൻ ഭൂമിയിൽ അവനായിരിക്കുമ്പോൾ അവൻ ചെയ്തതായ എല്ലാ കാര്യത്തിനും അവൻ എന്തുണ്ട്? അവന് പ്രതിഫലമുണ്ട് എന്നാണ്. അല്ലെ? അപ്പോൾ പ്രതിഫലം കൊടുക്കാനാണ് നമുക്ക് ഓരോരുത്തരും പ്രതിഫലം തരാനാണ് ആര് വരുന്നത്? കർത്താവായ യേശു ക്രിസ്തു വരുന്നത്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ നാം ഇന്ന് പാപത്തിൽ തുടരേണ്ടതായ ഒരാവശ്യമില്ല. നമ്മൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? നമുക്ക് 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വെടിച്ച് വിശുദ്ധനൊത്തവണ്ണം നിങ്ങൾ ജീവിക്കണം. അല്ലെ? അപ്പോൾ ഇവിടെ എന്താണ് പത്രോസ് പറയുന്നത്? പണ്ട് നിങ്ങളെ അജ്ഞാനമായ നമ്മുടെ ജീവിതത്തിന് നാം ഓരോരുത്തരും ആ വിശുദ്ധിക്ക് ഒത്തവണ്ണം തന്നെ ജീവിക്കേണ്ടവണ്ണം ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു. അല്ലേ? നമ്മുടെ വിശുദ്ധിക്ക് ഒത്തവണ്ണം നമ്മൾ ജീവിക്കുക. മറ്റുള്ളവരെ നാം എന്ത് ചെയ്യുക? അതിലേക്ക് നാം ക്ഷണിക്കുക. നിങ്ങളെ ആര് വിളിക്കുന്നു? ദൈവം വിളിക്കുകയാണ്. നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ തുടരേണ്ടവരല്ല. നിങ്ങളൊന്നും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പുത്തനേശ്വരം എന്ന് പറയുന്ന പുതിയൊരു നഗരം ഭൂമിയിലേക്ക് വരുമ്പോഴേക്കും അവിടെയും ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം വിശുദ്ധ ശബദത്തിൽ നിങ്ങൾ ആരാധിക്കുവാനാണ് ദൈവം ആഹ്വാനം ചെയ്യുന്നത്. ആ ഒരു നഗരത്തിൽ പ്രവേശിക്കുവാൻ തക്കവണ്ണം നമുക്കും ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളും ദൈവത്തെ ഇന്ന് ആരാധിക്കണം. ദൈവത്തിന്റെ ശബദിൽ നാം ദൈവത്തെ ആരാധിക്കണം എന്ന് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത്. നമുക്കതിൽ താഴെ 12-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞല്ലേ? ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ എന്റെ പക്കൽ അവന് പ്രതിഫലമുണ്ട്. അല്ലെ? അപ്പോൾ എല്ലാവരും പാപങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവിടെ നിന്നും ആരും അറിയാതെ ഇരിക്കാൻ തക്കവണ്ണമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ദൈവസന്നിധിയിൽ നിങ്ങൾ അത് ഓർമ്മിച്ച് പറയുക. അല്ലെ? ഒരുപക്ഷെ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ പാപം ഒരിക്കലും എന്ത് ചെയ്യുകയില്ല? അത് പരിഹരിക്കപ്പെടുകയില്ല. നമുക്കെല്ലാവർക്കും അറിയാം ദാവീദ് രാജാവിനെ കുറിച്ച്. ദാവീദ് രാജാവ് താൻ വലിയൊരു പാപം ചെയ്തുകൊണ്ട്, ബത്ശേബയുമായ ഒരു പാപം ചെയ്തുകൊണ്ട്, അല്ലെ, ആ പാപം അവൻ ദൈവസന്നിധിയിൽ മൂടി വെച്ചു. അതിന് 3 മാസക്കാലം ദൈവം അവന് അത് ഏറ്റു പറയാൻ ഒരു അവസരവും കൊടുത്തു. പക്ഷെ അവൻ അതെന്ത് ചെയ്തു? ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല എന്ന് വെച്ചുകൊണ്ട് അവൻ തന്റെ പാപത്തെ മൂടി വെച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവിടെ നിന്ന് പുരോഹിതൻ വന്ന് തന്റെ പാപങ്ങളെ കുറിച്ച്, നാഥാൻ പ്രവാചകൻ അവിടെ നിന്ന് ഒരു കഥയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അല്ലെ? തന്റെ രാജ്യത്തിൽ ഒരു മനുഷ്യന് ഒരു ആടുണ്ടായിരുന്നു. ആടിനെ കുറിച്ചുള്ള കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് അവന്റെ ആടിനെ മറ്റവൻ മോഷ്ടിച്ചെടുത്തതായി കഥ പറഞ്ഞു കൊടുത്തു. ആരാണവനെന്ന് ചോദിച്ചപ്പോൾ നാഥൻ പ്രവാചകൻ പറഞ്ഞു, ആരാണത്? അത് മറ്റാരുമല്ല, നീ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ തന്റെ ജീവിതത്തിൽ തന്റെ കുറവുകളെ കുറിച്ച്, തന്റെ തെറ്റുകളെ കുറിച്ച് അവൻ ദൈവം എനിക്ക് കഴിയുകയില്ല, എന്റെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ, അവൻ ദൈവത്തോട് യാചിച്ചു കരഞ്ഞു. ദൈവം അവന്റെ പാപങ്ങളെ മോചിച്ചു കളഞ്ഞു. അല്ലെ? മോചിച്ചു. അപ്പൊ ദൈവം നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി രക്തം ചിന്തിയ യേശു ക്രിസ്തുവിലൂടെ നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ നാം എന്ത് ചെയ്യുക? നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നാം അവന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. കാരണം ദൈവം വേഗം വരുന്നു. അവൻ ചെയ്യുന്നതായ പ്രവൃത്തിക്ക് ഒത്തവണ്ണം കൊടുക്കാനാണ് ദൈവം വരുന്നത്. അല്ലെ? അവൻ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്യുക? അവന് വേണ്ടി കാത്തിരിക്കുക. അല്ലെ? ഒരു കാത്തിരിപ്പിന്റെ അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതിന്റെ 4-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദ്യവും അന്തവും ആകുന്നു എന്നാണ് പറയുന്നത്. അല്ലെ? നമുക്ക് ഈ വെളിപാട് പുസ്തകം തന്നെ അവസാനത്തെ പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ പുസ്തകം. അല്ലെ? ദൈവം ഇവിടെ പറയുന്നതായ കാര്യം, ഞാൻ ആദ്യം മുതലുള്ളവനാണ്, ഞാൻ ഉൽപ്പത്തി മുതലുള്ളവനാണ്, ഞാൻ വെളിപാട് വരെ ഉള്ളവനാണ്, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഞാൻ ഒടുക്കത്തവനും ആദിയുമാണ്. അങ്ങനെ പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല എന്നാണ്.
22-ാം അധ്യായം അതിന്റെ 1 മുതൽ അതിന്റെ അവസാനം 22-ാം അധ്യായം 1 മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കുന്നതാണ്. അല്ലെ? ഇവിടെ അതിന്റെ താഴെ വായിക്കുന്നതാണ് 14-ാമത്തെ വാക്യം വായിക്കുന്നു. അതേപോലത്തെ വാക്യം വായിക്കാം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിന് തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അല്ലെ? ഇവിടെ ജീവന്റെ വൃക്ഷത്തിൽ നമുക്ക് എന്ത് വേണം? നിങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിന് നമ്മൾ ഗോപുരങ്ങളിൽ കൂടി കടക്കുമ്പോൾ നമ്മുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഇവിടെ പ്രധാനമായി പറയുന്നതായ ഒരു കാര്യം 14-ാമത്തെ വാക്യം ഇവിടെ പ്രത്യേകിച്ച് പറയുന്നു. ജീവന്റെ വൃക്ഷത്തിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് അധികാരം ഉണ്ടാകേണ്ടത്. അല്ലെ? ഈ ജീവന്റെ വൃക്ഷത്തിൽ അധികാരം ഉണ്ടാകേണ്ടതിന് നഗരത്തിൽ കൂടി നാം കടക്കേണ്ടതിന് നമ്മുടെ വസ്ത്രം അലക്കുന്നവർ. എന്നാൽ ഈ വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിൾ പ്രവർത്തനം അനുസരിച്ച് ആ ബൈബിളിന്റെ പരിഭാഷ അനുസരിച്ച് കൊടുത്തിരിക്കുന്നതായ എന്റെ പരിഭാഷ പ്രകാരമാണ്. ദൈവത്തിന്റെ 10 കൽപ്പനകൾ അനുസരിക്കുന്നതാണ് വസ്ത്രം അലക്കുക എന്ന് പറയുന്നത്. വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ 10 കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നാണ്. അതുപോലെ തന്നെ കിങ് ജെയിംസ് വിവർത്തനത്തിന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. കിങ് ജെയിംസ് വിവർത്തനം. അല്ലെ? ആ വിവർത്തനത്തിൽ ബൈബിളിലും പറയുന്നുണ്ട്, അതിന്റെ പരിഭാഷയിൽ പറയുന്നുണ്ട്, നമ്മുടെ വസ്ത്രം അലക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുക എന്നാണ്. അല്ലെ? അപ്പോൾ ദൈവം നമ്മൾ ഈ നഗരത്തിൽ കടക്കണമെങ്കിൽ, ഈ പുത്തനേശ്വരം എന്ന് പറയുന്നതായ ആ ഒരു നഗരത്തിൽ നമ്മൾ ഓരോരുത്തരും കടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വസ്ത്രം എപ്പോഴും നമ്മൾ അലക്കി സൂക്ഷിക്കേണ്ടതാണ്. അല്ലെ? ദൈവം നൽകിയതായ ദൈവത്തിന്റെ 10 കൽപ്പനകളും നാം അനുസരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പഴയ നിയമത്തിൽ പറഞ്ഞതായ കാര്യമാണല്ലേ പുത്തനേശ്വരയിൽ എന്ന പുതിയൊരു നഗരം ഭൂമിയിലേക്ക് വരുന്നത്. എല്ലാവരും പറയാം അത് ആത്മീയമായി അതൊന്നും നമുക്ക് ബാധകമല്ല എന്ന് വിചാരിക്കുന്ന കാര്യം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഇവിടെ ഈ വെളിപാട് പുസ്തകം അവസാനത്തെ അധ്യായം ഇവിടെ പറയുന്നതായ ഒരു കാര്യം, നമ്മുടെ വസ്ത്രം അലക്കി ദൈവത്തിന്റെ കൽപ്പനകൾ നാം പ്രമാണിച്ചാൽ മാത്രമേ ദൈവം അവിടെ നിന്ന് പുത്തനേശ്വരം എന്ന് പറയുന്ന നഗരം ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്കും ആ നഗരത്തിൽ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? കടക്കുവാൻ കഴിയുള്ളൂ. അല്ലെ? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്ലെ? എന്തിനു വേണ്ടി പ്രാർത്ഥിക്കാം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, ദൈവമേ അങ്ങയുടെ രാജ്യം ഇവിടെ വരണമേ, അങ്ങയുടെ രാജ്യം ഈ ഭൂമിയിൽ വരുമ്പോൾ അങ്ങയുടെ ഹിതം പോലെ നടപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കണം. അല്ലെ? പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും എന്നും പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണ്? അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണം. അപ്പോൾ അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളും ചേരണമെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ നടപ്പാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലെ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടപ്പാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ കൽപ്പനകൾ അതനുസരിച്ച് തന്നെയാകണം. മോശയെ കൽപ്പനയല്ല നാം അനുസരിക്കണം. ദൈവം തന്റെ കൈപ്പടയായി താൻ കയ്യിൽ എഴുതി കൊടുത്തതായ കൽപ്പന, ദൈവം ചില ഭാഗങ്ങളിൽ മാത്രമേ യഹോവയായ ദൈവം തന്റെ കൈ കൊണ്ട് എഴുതിയതായ സന്ദർഭങ്ങളുള്ളൂ. അപ്രകാരം യഹോവയായ ദൈവം മോശയ്ക്ക് എഴുതി കൊടുത്തതായ 10 കൽപ്പന, അത് നാം ക്രിസ്ത്യാനികൾ ദൈവത്തെ സ്വീകരിക്കുന്നതായ ഏത് മനുഷ്യനും അത് ഉൽപ്പത്തി മുതൽ അവസാനം വരെയും നാം എന്ത് ചെയ്യണം? നാം അതനുസരിച്ച് തന്നെ ആകണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു. എന്നാൽ ഇന്ന് ഈ വചനം ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ? എന്നാൽ ഇതൊന്നും ആരും അനുസരിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ നമ്മോട് കഴിയുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കേണ്ടത് ഏറ്റവും ആവശ്യകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുസരിക്കുന്നുവെങ്കിൽ
മറ്റുള്ളവരെ അനുസരിക്കാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മോശ ഇന്ന് പോയതുപോലെ നാം പോകും. മോശ ഇസ്രായേൽ മക്കളോട് എന്ത് പറഞ്ഞു? ഫറവോനോട് പറഞ്ഞു, ഇനിയൊരു വലിയൊരു വിപത്ത് വരെയാണ്, നിനക്ക് ആ ബാധ വരാതിരിക്കണമെങ്കിൽ സംഹാര ദൂതൻ നിന്റെ മുൻപിൽ കടന്നു പോകുമ്പോൾ നീ നശിക്കാതിരിക്കേണ്ടതിനോ നിനക്കൊരു അന്ത്യ തീരുമാനം എടുക്കേണ്ടതായ ഒരു സമയം ദൈവം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഒരു അന്ത്യ തീരുമാനം ആരെടുക്കണം? ഫറവോൻ എടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവം നമ്മളുടെ അടുത്ത് ചോദിക്കുകയാണ്, അല്ലെ? നമ്മളുടെ ദൈവം എന്താണ് ചോദിക്കുന്നത്? ഞാൻ ദൈവം പറയുമ്പോൾ നിങ്ങൾ ഇനിയും അനീതി ചെയ്യുന്നവരായിട്ട് തുടരാനല്ല, നിങ്ങളുടെ പാപത്തിൽ ഇനിയും നിങ്ങൾ പാപത്തിൽ നിൽക്കേണ്ടവരായിട്ടല്ല, നിങ്ങൾ അത് വിട്ട് ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അല്ലെ? ഇവിടെ സ്വർഗരാജ്യത്തിൽ പുത്രനിശ്ചയമേൽ ആരും പോകുമെന്ന് നാം കണ്ടു. ആരാണ് പോകുന്നത്? വസ്ത്രം അലക്കുന്നവർ പോകുന്നു, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർ പോകുന്നു. അപ്പോൾ പോകുന്നവരുടെ നമുക്ക് കാണാൻ കഴിയും, അപ്പോൾ പോകാത്തവരുണ്ടല്ലേ? ആരാണ് പോകാത്തത്? അതിന് താഴോട്ടുള്ള ഭാഗം വായിക്കുന്ന 15-ാമത്തെ വാക്യം പറയുന്നത്, നായ്ക്കൾ, ശുദ്രക്കാരും, ദുർനടപ്പുകാരും, കൊലപാതകന്മാരും, ബിംബാരാധികളും, ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെയും പുറത്തു തന്നെ. ഈ നഗരത്തിൽ കടക്കാൻ കഴിയാതെ നഗരത്തിന് പുറത്തു നിൽക്കുന്ന വ്യക്തികളെ ദൈവം അവിടെ എടുത്തു പറയുന്നു. കൊലപാതകന്മാരും, ക്ഷുദ്രക്കാരും, ബിംബ ആരാധികളും, ഭോഷ്കിൽ പ്രിയപ്പെടുന്നവരും അതിനെ പ്രവർത്തിക്കുന്നവരും ഏവരും ഇവിടെ തന്നെ, പുറത്തു തന്നെ. പുത്തനേശ്വരന്റെ പടി പോലും എത്തുകയില്ല. നമ്മൾ ഭോഷ്കിൽ പ്രിയപ്പെടുന്നവരാണ്. എന്താണ് ഈ ഭോഷ്ക്? എന്താണ് ഈ നായ്ക്കൾ? നായ്ക്കളുടെ സ്വഭാവം നമുക്കറിയാം. എന്താണ് നായ്ക്കളുടെ സ്വഭാവം? നായ്ക്കളുടെ സ്വഭാവം ആദ്യം ഭക്ഷിക്കും, എന്നിട്ട് അത് വീണ്ടും ഛർദ്ദിച്ചു കളയും. എന്നിട്ട് വീണ്ടും കുറച്ച് കഴിയുമ്പോൾ അതിനെ വീണ്ടും എന്ത് ചെയ്യും? അതിനെ വീണ്ടും ഭക്ഷിക്കുവാൻ തക്കമുള്ള വൃത്തികെട്ടതായ ഒരു ജീവിതം. എന്നാൽ ഇത് മനുഷ്യനോട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തു യേശുവിനെ സ്വീകരിച്ച് നമ്മൾ എല്ലാ പാപങ്ങളും മാറ്റിക്കൊണ്ട് ദൈവത്തെ നാം സ്വീകരിച്ചുകൊണ്ട് പഴയ ജീവിതത്തെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചില ജീവിത സാഹചര്യങ്ങൾ നാം ഉപേക്ഷിച്ചതായ പഴയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം വിളിച്ചു കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓരോരുത്തരും നായ്ക്കളെ പോലെ ആകുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമ്മൾ നായ്ക്കളാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതൊന്നും അവനില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും ആരെ പോലെ ആകാൻ പാടില്ല? നായ്ക്കളെ പോലെ ആകാൻ പാടില്ല. അതുപോലെ തന്നെ ബിംബ ആരാധകർ, ബിംബങ്ങളെ ആരാധിക്കുന്നവർ. ഇന്ന് ദൈവം വചനം പറയുന്നു, എനിക്കായി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുകയോ അതിനെ കുമ്പിടുകയോ അതിനെ സേവിക്കുകയോ എന്ന് ദൈവത്തിന്റെ കൽപ്പനകൾ പറയുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിപരീതമായി ബിംബങ്ങളെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചുകൊണ്ട് ബാബിലോണിയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഇന്ന് ദൈവത്തിന് വിപരീതമായി ചിന്തിക്കുന്നവരാണ്. നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ പുത്തനേശ്വരയിൽ പുതിയ നഗരത്തിൽ കടക്കുമോ? ഒരിക്കലും കിടക്കില്ല. നിങ്ങൾ പുറത്താണ്, അല്ലെ? പോഷ്കിൽ പ്രിയപ്പെടുന്നവർ. പോഷ് പറയുന്നവരാരാണ്? നുണ പറയുന്നവരാരാണ്? അവർ പിശാചാണ്, അല്ലെ? അവൻ പോഷ്കിൽ പ്രിയപ്പെടുന്നവരാണ്. അവൻ നമ്മളെ ഓരോരുത്തരെയും അതിനുവേണ്ടി അവൻ പ്രേരിപ്പിക്കും. നിങ്ങൾ അവനെ കുറിച്ച് അങ്ങനെ പറയണം, ഇവനെ കുറിച്ച് ഇങ്ങനെ പറയണം, അവൻ അതിനെ കുറിച്ച് ഇങ്ങനെ പറയണം. ഇവിടെ പറയുന്നു, പോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും നിങ്ങൾ പോഷ്കിൽ ഇഷ്ടപ്പെടുകയും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുകയും അത് കേട്ടുകൊണ്ടിരിക്കുകയും അത് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇവിടെ പോകുകയില്ല. പുത്തനരിശിലേക്ക് ഒരിക്കലും നിങ്ങളും ചെന്നെത്തുകയില്ല. ദൈവത്തിന്റെ കാര്യം, അല്ലെ? നിങ്ങളുടെ നടപ്പ് ദൈവം വിളിച്ചു നല്ലൊരു നടപ്പാണ് നടക്കേണ്ടത്. ഒരു ദൈവ പൈതലെന്ന ജീവിത രീതി
നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ യൗവന മോഹങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടുകൊണ്ട് അനേക യൗവനക്കാരിൽ നിന്ന് വഴിതെറ്റി പോകുന്നതായ ഒരു ജീവിതമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടക്കുവാൻ തക്കവണ്ണം അവന്ന് പഠിച്ചതായ പാഠത്തിൽ നമ്മൾ എല്ലാവരും എങ്ങനെയാണ് ഒരു ദീപം തെളിയിക്കുന്നത് പോലെ നമുക്ക് ലഭിച്ചതായ നിത്യജീവന്റെ ജീവൻ ലഭിച്ചതുപോലെ നമ്മളുടെ അറിവുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത്, നമ്മളുടെ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ഈ ഭാഗത്തിലേക്ക് ഉറപ്പിച്ചു നിർത്തുവാൻ തക്കവണ്ണമാണ്. അവർ എമ്മ പഠിക്കുവാൻ, അവർ വലിയ പഠിത്തങ്ങൾ പഠിച്ചു പോകുവാൻ തക്കവണ്ണമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അവരെന്നും നല്ലൊരു മനുഷ്യനായി ജീവിച്ചുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുന്നവനായി, അല്ലെ, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അവനതിനെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് അവൻ നല്ലൊരു പണിതനായി ജീവിക്കുവാൻ തക്കവണ്ണം അവരെ പഠിപ്പിക്കണമെന്ന് ദൈവത്തിന് പറയുന്നു. ഇവിടെ അതിന്റെ 16-ാമത്തെ വാക്യം എന്നാണ് പറയുന്നത്, യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് ഇത് സാക്ഷിയിരിക്കാൻ എന്റെ ദൂതനെ ഞാൻ അയച്ചു. ദാവീദിന്റെ വേരും വംശവുമായ ശുഭ്രവുമായ ഉദയ നക്ഷത്രമാകുന്നു. ഇവിടെ ദൈവത്തിന്റെ പറയുകയാണ്, അല്ലെ, ദൈവമാണ്. ആരാണ്? യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് സാക്ഷിയിരിക്കാൻ എന്റെ ദൂതനെ അയച്ചു. ഇവിടെ ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയുകയാണ്. അവൻ ഒരിക്കൽ ദൈവപുത്രനുമാണ്. അവൻ ആരുടെ പേരാണ്? ദാവീദിന്റെ പേരുമാണ്, മനുഷ്യനുമാണ്, അല്ലെ. അവൻ ദൈവപുത്രനുമാണ്. അവൻ ഉദയ നക്ഷത്രമാണ്. അവൻ ഉദിക്കുന്ന നക്ഷത്രമാണ്, അല്ലെ. അവൻ ജീവന്റെ നക്ഷത്രമാണ് എന്ന് പറയുമ്പോൾ അവൻ പേരാണ്. ആരുടെ പേരാണ്? അവൻ ദാവീദ് ഗോത്രത്തിന്റെ പേരാണ്. അപ്പോൾ ക്രിസ്തുവാകുന്ന പേര് ദാവീദിനുള്ളതുപോലെ അവൻ വിശ്വാസികളുടെ പിതാവായി നിൽക്കുന്നത് പോലെ, ഇന്ന് ദാവീദിന്റെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് പോലെ, ആ വലിയ വരം പോലെ ക്രിസ്തീയനായി നിൽക്കുമ്പോൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനം ക്രിസ്തു എന്ന പേരാണ്, അല്ലെ. ക്രിസ്തു എന്ന പേരിൽ നിന്നാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അടിച്ചാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, നമ്മൾ ഒരിക്കലും അടിതെറ്റി വീഴുകയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അവൻ ഉദയ നക്ഷത്രമാണ്, അല്ലെ. അവൻ ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം തെറ്റിച്ചു പോയതില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മൾ എന്നും ആ ഉദയ നക്ഷത്രം നോക്കി നമ്മൾ നിൽക്കണമെന്നാണ്, അല്ലെ. ഇവിടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണാൻ തോന്നുന്നു. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയുന്നത്, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി. ഇവിടെ എന്താണ് പറയുന്നത്? വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു. ഇത് കേൾക്കുന്നവൻ എന്നാണ് പറയുന്നത്. വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവന്റെ ജലം സൗജന്യമായി കുടിക്കട്ടെ. ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ തോട്ടം നനയ്ക്കുന്നതിനായി 3 ശാഖകൾ പിരിഞ്ഞു വരുന്നു, അല്ലെ. തോട്ടം നനയ്ക്കുന്നതിന് തോട്ടത്തിലല്ലേ എല്ലാ മനുഷ്യനും അവിടുന്ന് സമൃദ്ധിയോടെ കുടിക്കുന്നതിനുമായി. എന്നാൽ ഇവിടെ നമുക്ക് 22-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജലം നമ്മളും പറയണം. നമ്മൾ എന്ത് പറയണം? ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. നിങ്ങൾക്ക് തികച്ചും പ്രിയാണ്, അല്ലെ. നിങ്ങൾക്ക് ഈ ജലം പ്രിയാണ്. ശമര്യക്കാരി സ്ത്രീ കുടിച്ചു, അല്ലെ. അവളുടെ ജീവിതത്തിൽ അവൾ ഭൗമികമായി യേശുക്രിസ്തു തന്നോട് യാചിച്ചപ്പോൾ വെള്ളം കൊടുത്തു കുടിച്ചു. ദൈവം അവിടെ പറഞ്ഞു, നിനക്ക് ഞാൻ ആത്മീയമായ വെള്ളം തരാമെന്ന് പറഞ്ഞല്ലേ. ഞാൻ കുടിക്കുന്ന വെള്ളം കൊടുത്താൽ ഒരു മനുഷ്യൻ ഒരിക്കലും ദാഹിക്കുകയില്ല. ജീവന്റെ ജലമാണ്. അത് പിതാവിന്റെയും പുത്രന്റെയും അടുക്കൽ നിന്ന് ഒഴുകി വരുന്ന ജലമാണ്. ആ ജീവന്റെ ഉറവിൽ നിന്ന് കുടിക്കുവാൻ തക്കവണ്ണം, ആ തോട്ടത്തിൽ നിന്ന് നിൽക്കുവാൻ തക്കവണ്ണം നമ്മളെപ്പോഴും ഒരുങ്ങി നിൽക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ 18-ാമത്തെ വാക്യം പറയുന്നു, ഈ പുസ്തകത്തിലെ വചനം കേൾക്കുന്നവൻ പറയുകയാണ്, ഈ
ഇതിനോട് ഒരു വചനം നീ കൂട്ടുകയോ നീ കുറയ്ക്കുകയോ ചെയ്യരുത്. ഈ വചനം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് നമുക്ക് വ്യക്തികളറിയാം. ആരാണ് കൂട്ടിയത്? ആരാണ് കൂട്ടിയത്? ആദം ഹവ്വയെ കുറിച്ച് നമുക്കറിയാം, അല്ലെ? ഉൽപ്പത്തി പുസ്തകത്തിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലായി. എന്നാൽ അവിടെ ആ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ജീവവൃക്ഷത്തിന്റെ ഫലത്തിൽ അവിടെ ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിൽ നീ എന്ത് ചെയ്യാൻ പാടില്ല? ആ വൃക്ഷത്തിൽ നീ ഭക്ഷിക്കരുത് എന്ന് ദൈവം പറഞ്ഞു നിർത്തിയിരുന്നു. സാത്താൻ അവരുടെ മേൽ പ്രേരണ വെച്ചുകൊണ്ട്, അല്ലെ, പ്രേരണ വെച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദൈവം വാസ്തവമായത് കൽപ്പിച്ചിട്ടുള്ളൂ. അതിനോട് കുറെ ആദം എന്ത് ചെയ്തു? ഹവ്വ കുറെ കൂട്ടി. അത് തുടരുതെന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു തുടരുന്നുണ്ട്. ദൈവവൃക്ഷം 3:3, അല്ലെ? ഹവ്വ അവിടെ ചെയ്തതായ ഓരോന്നും അവൾ ദൈവത്തിന് വിപരീതമായി, ദൈവം പറഞ്ഞ കൽപ്പനകൾക്ക് വിപരീതമായി അവൾ ചെയ്തുകൊണ്ട് ദൈവം അവരെ ആ ഏതെങ്കിലും തോട്ടത്തിൽ നിന്നും ഇറക്കി വിട്ടതായാണ്. ഇനി ഒരിക്കലും നീ ആ ജീവവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കാൻ പാടില്ല. ദൈവം എന്റെ വിരൂപകളെ നിർത്തി. ഇനി ഒരിക്കലും അവരെന്ത് ചെയ്യാൻ പാടില്ല? നീ പാപം ചെയ്തതുകൊണ്ട്, നീ പാപത്തിൽ തുടർന്നതുകൊണ്ട് നിനക്ക് ഇനി ഭക്ഷിക്കേണ്ടതായ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ദൈവം അവരെ ഇറക്കിയിട്ടു. 2 വലിയ ദൂതന്മാരെ, കിരൂബുകളെ ആ തോട്ടത്തിന്റെ ഫ്രണ്ടിൽ നിർത്തിയത്. ദൈവം നമ്മളോട് പറയുന്നു, ആ തോട്ടത്തിന്റെ ജീവവൃക്ഷത്തിന്റെ ഫലം നിനക്ക് ഞാൻ തരാം. എഫെസോസ് സഭയിലേക്ക് ദൈവം പറയുമ്പോൾ അവിടെ നിന്ന് പറയുകയാണ്, നിനക്ക് ഞാൻ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഞാൻ തരുമെന്ന് പറയുമ്പോൾ നമ്മളോട് പറയുകയാണ്, ആ വൃക്ഷത്തിന്റെ ഫലം അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഒരുങ്ങിയിട്ടുണ്ടോ? ആ തോട്ടത്തിൽ കടപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം നാം ക്രമീകരിച്ചിട്ടുണ്ടോ? നമ്മളുടെ അങ്കികൾ നാം കഴുകാറുണ്ടോ? നമ്മുടെ കൽപ്പനകൾ, ദൈവം നമ്മൾ തന്നതായ കൽപ്പനകൾ നാം അനുസരിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഇന്ന് ശബദ് വേണ്ട, ദൈവത്തിന്റെ വചനം മാറിപ്പോയി എന്ന് പറഞ്ഞ് ഓരോ ക്രിസ്ത്യാനികളും ദൈവത്തിന്റെ കൽപ്പനകൾ മാറ്റി മാറ്റി വയ്ക്കുമ്പോൾ, ദൈവത്തിന്റെ ശബദുകൾ നീങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ ഹവ്വ ചെയ്തതുപോലെയാണ് അവർ ചെയ്യുന്നത്, അല്ലെ? ദൈവത്തിന്റെ കൽപ്പനകൾ അത് വിശുദ്ധമാണ്, നാം അത് പ്രമാണിക്കേണ്ടതാണ്. സാത്താൻ പല പ്രേരണകളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ ഒരിക്കലും അതിന് നിങ്ങൾ വഴങ്ങിക്കൊടുക്കരുത്. ഫറവോന്റെ ഹൃദയം ഫറവോൻ കഠിനമാക്കിയതുപോലെ നിങ്ങൾ ചെയ്യുന്നതായ തെറ്റ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ അപ്പനമ്മമാരെയും എല്ലാവരെയും ബാധിക്കും. ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ ഒരു വിശ്വാസ തീരുമാനം എടുത്തുകൊണ്ട് സത്യത്തിനും ആത്മാവിനും ആരാധിക്കുന്നത് ദൈവത്തെ പുത്തനെരിശിലേം എന്ന് പറയുന്ന പുതിയ നഗരം ഭൂമിയിൽ സ്ഥാപിക്കുമ്പോൾ ആ വിശുദ്ധ ശബദിലും എന്റെ ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം ഒരുക്കമുള്ളവനായി ഞാൻ നിൽക്കുമെന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് നീ നിൽക്കുന്നുവെങ്കിൽ, ആ ഒരു തീരുമാനം നിന്നിലുണ്ട് എങ്കിൽ നിന്റെ കുടുംബവും രക്ഷപ്പെടുമോ? തീർച്ചയായും രക്ഷപ്പെടും, അല്ലെ? ദൈവം വാഗ്ദത്ത കനാൻ കൊടുത്തപ്പോൾ യോശുവ അവസാനം പറഞ്ഞു, എന്താണ് പറഞ്ഞത്? തന്റെ അവസാനം, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, അല്ലെ? ദൈവത്തെ സേവിക്കുന്നവരായിരിക്കും നമ്മുടെ ജീവിതം. നമ്മളെ വലിയ കടമെടുത്തവന്ന് പിടിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അതിന്റെ 19-ാമത്തെ വാക്യം പറയുകയാണ്. എന്താണ് പറയുന്നത്? ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിന്റെ വിശുദ്ധ നഗരത്തിലും അവനുള്ള അവകാശം ദൈവം നീക്കിക്കളയും. അപ്പോൾ ഒന്ന് നാം മനസ്സിലാക്കുക, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം എന്തെങ്കിലും ഒരു ചെറു നീക്കിക്കളഞ്ഞാൽ ദൈവം സ്ഥാപിക്കുന്നതായ വിശുദ്ധ നഗരത്തിൽ ജീവവൃക്ഷത്തിന്റെ ഫലത്തിൽ നമുക്ക് എന്ത് ചെയ്യില്ല? ഒരംശവും നമുക്ക് ദൈവം തരികയില്ല, ഒരു ഓഹരിയും ദൈവം നമുക്ക് തരികയില്ല, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കണം, ദൈവമേ നിന്റെ ജീവവൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുക. ദൈവം നമുക്ക് തരാമെന്ന് ആദമവ്വയ്ക്ക് നിഷേധിച്ചതായ അവരുടെ പാപങ്ങൾ നിമിത്തം അവർക്ക് നഷ്ടപ്പെട്ടതായ ആ ഏഴൻ മർലീസ പുത്തനെരിശിലേം എന്ന് പറയുന്ന പുതിയ നഗരം ഭൂമിയിലേക്ക് വരുമ്പോൾ, ദൈവമേ ആ മർലീസയിൽ എനിക്ക് പ്രാപ്തനാക്കണമേ എന്നുള്ള വിശ്വാസം എന്റെ ജീവിതത്തിലുണ്ടോ?
ദൈവം പറയുകയാണ്, എന്താണ് പറയുന്നത്? അനീതി ചെയ്യാൻ വേണ്ടിയല്ല, ഒരു മാനസാന്തര അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. മടങ്ങി വരവാനും ദൈവം നിനക്ക് അവസരം നൽകുകയാണ്. അല്ലേ? ദൈവം പറയുകയാണ്, എന്താണ് പറയുന്നത്? 20-ാമത്തെ വാക്യം, ഇതാ സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നമ്മൾ വായിക്കേണ്ടതായ അല്ലേ? ദൈവമേ വേഗം വരണമേ. ദൈവം വേഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആ പുത്തനരിശിലേയിൽ നടക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയും. അതാ നാം 15-ാമത്തെ വാക്യത്തിൽ വായിച്ചതുപോലെ, നായ്ക്കൾ ശുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും ഗോഷ്ഠിൽ പ്രിയപ്പെടുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവരും പുറത്തു തന്നെ പറയുവാൻ തക്കവണ്ണം നാം നിൽക്കുന്നു. ഒരു തിരഞ്ഞെടുപ്പിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് ഏറ്റവും ആവശ്യം. ദൈവം നമ്മളോട് ചോദിക്കണം, നിങ്ങൾ ഏത് തിരഞ്ഞെടുപ്പ് അല്ലെ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് തിരഞ്ഞെടുത്തു? ഒരു തിരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുകയാണ്. പറവോനോടുകൂടി യഹോവയായി ദൈവം പറഞ്ഞതുപോലെ ഇന്ന് നീ തിരഞ്ഞെടുത്ത് കൊള്ളുക. നിനക്ക് ഒന്നിലും ജീവനെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മരണത്തെ തിരഞ്ഞെടുത്ത് കൊള്ളുക. എന്റെ തിരഞ്ഞെടുപ്പ് വ്യക്തമായി ഭവിച്ചതുകൊണ്ട് തന്റെ ഏകജാതന പുത്രൻ മരിച്ചുപോയി. തന്റെ അനന്തരാവകാശി ഇനി രാജ്യം ഭരിക്കേണ്ടതായ മനുഷ്യൻ മരിച്ചുപോയി. ദൈവത്തോട് നമുക്ക് ചോദിക്കാം, ദൈവമേ, ഞാൻ നിന്റെ മുമ്പിലായിരിക്കുന്നു, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഒരു പാപബോധം, ഞാൻ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ അതിനുവേണ്ടി എനിക്ക് മാത്രമല്ല, ആ നീതിയുടെ കിരീടം എനിക്ക് മാത്രമല്ല, അവനിൽ പ്രിയം വച്ചിരിക്കുന്ന ഏവരും അവൻ തയ്യാറായി നിൽക്കുകയാണ്. അത് സ്വീകരിക്കുവാൻ തക്കവണ്ണം ഒരു വിശ്വാസമായ ഒരു ഓട്ടം തികച്ചവരാണെന്നില്ല. നമ്മൾ ഓരോരുത്തരിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആ ഓട്ടം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ജീവിതത്തിലും ആ വിശ്വാസം കാത്തു നിൽക്കുവാൻ തക്കവണ്ണം പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തോട് സമർപ്പിക്കാം. ദൈവമേ, എന്റെ നാളുകളെന്ന് എനിക്കറിയില്ല അല്ലെ? സംഗീതക്കാരൻ പറയുകയാണ്, എന്റെ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണം എന്നെ പഠിപ്പിക്കണം. ഇന്ന് അകാല മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവമേ, ഒരു പാപിയെ കൂടി മാനസാന്തരപ്പെടുത്തണം. ഞാൻ സംസാരിക്കുന്നത് കേട്ട് ദൈവമേ, ഒരു പാപിയോട് മാനസാന്തരപ്പെട്ട് ദൈവത്തിന് വരുവാൻ തക്കണം. എല്ലാവരും ദൈവത്തിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് അല്ലെ? ഈ ലോകത്തിൽ എല്ലാവരെയും കാത്തിരിക്കുകയാണ്. ദൈവമേ വരണമേ, നിന്റെ രാജ്യം വരണമേ, സ്വർഗീയ രാജ്യം വരണമേ, എന്നെയും വളർന്നെടുക്കണമേ. ദൈവത്തിന്റെ രാജ്യത്ത് ദൈവം അവിടുത്തെ പുത്തനപേക്ഷിതം എന്ന് പറയുന്ന പുതിയൊരു നഗരഭൂമിയിലേക്ക് വരുമ്പോൾ ആ നഗരത്തിൽ നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഏറ്റവും വലിയ മാനദണ്ഡം ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാനാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാത്ത ഒരു മനുഷ്യനും അവിടെ പ്രവേശിക്കുകയില്ല. അവരെല്ലാവരും പുറത്തു തന്നെന്ന് വിശുദ്ധ വേദപുസ്തകം അവസാനത്തെ പുസ്തകത്തിൽ ഈ അവസാന ക്ഷണമെന്ന് പറഞ്ഞതുപോലെ അംഗീകരിക്കുകയാണ്. ദൈവവചനം പറഞ്ഞു, ഇതിൽ നിന്നൊന്നും കൂട്ടുകയും ഇതിൽ നിന്നൊന്നും കുറയ്ക്കുകയും ഒന്നും ചെയ്യേണ്ട ഒരു അവകാശം ദൈവം മനുഷ്യന് നൽകിയിട്ടില്ല. ഇത് സാക്ഷീകരിക്കുന്നവൻ ഇതാ ഞാൻ വേഗം വരുന്നു. ദൈവം പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുക. ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെങ്കിലും സമയപരിമിതി മൂലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു യേശുവിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ദൈവവരൻ നമ്മൾ വെടുക്കപ്പെടുമെങ്കിൽ ആ പുത്തനേശ്വരയുടെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാം അല്ലെ? എങ്കിൽ മാത്രമേ നമ്മൾ എവിടെ പോവുകയുള്ളൂ? സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. ചെയ്യുന്നവർ ഇനിയും അനീതി ചെയ്യാൻ കഴിയില്ല. നമുക്ക് അവരോട് പറയാം, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് നിങ്ങൾ മടങ്ങി വരും. ദൈവം ഒരു മാനസാന്തരത്തിന്റെ അനുഭവം